MSF വർഗീയ സംഘടനയെന്ന SFI വർഗീയവാദികളുടെ വോട്ട് വാങ്ങിയാണ് കാലിക്കറ്റിൽ UDSF വിജയിച്ചതെന്നും SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ പറഞ്ഞു. PK നവാസ് MLA വർഗീയവാദിയാണെന്നും SFI ആരോപിച്ചു. നവാസിന്റെ പിൻഗാമിയായി പ്രസിഡന്റായ ഷറഫുദ്ദീൻ പിലായ്ക്കലും വർഗീയവാദിയാണ്. ജമാഅത്തയുടെ വോട്ട് വാങ്ങിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വിജയിച്ചത്. 4 സ്ഥാനാർത്ഥികളുടെ വോട്ട് പോലും ഫ്രറ്റേണിറ്റിക്ക് കിട്ടിയില്ലെന്നും SFI സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. വിപിൻ പറഞ്ഞു. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വർഗീയവാദിയാണ് MSFന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് എന്ന് ഇതേ വേദിയിൽ വെച്ച് സഖാവ് PS സഞ്ജീവ് കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ്. അതിന് കാരണം ഈ പറയുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിലനിർത്താൻ, കേരള സർവകലാശാലയിൽ ഒരു സീറ്റ് ലഭിക്കാൻ ഏതു വർഗീയ ശക്തിയോടും, ജമാഅത്തെ ഇസ്ലാമിയോട്, ഫ്രട്ടേണിറ്റിയോട്, ABVP-യോട്, ഏതു വർഗീയ സംഘടനയോടും സഖ്യം ചേരാൻ ഒരു മടിയുമില്ലാത്ത ആളായി PK നവാസ് നിലനിൽക്കുന്നു. PK നവാസ് നിൽക്കുന്നു എന്ന് MSF നിൽക്കുന്നു എന്ന് പറഞ്ഞപ്പോ MSF ആണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയ വിദ്യാർത്ഥി സംഘടന എന്നും MSFന്റെ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ആണ് ഈ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദി എന്നും ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രഖ്യാപിച്ചു. പ്രിയപ്പെട്ടവരെ, 1 വർഷം കഴിഞ്ഞ് 50ാമത് മുസ്തഫയുടെ രക്തസാക്ഷി ദിനം ആചരിക്കുന്ന സമയത്ത് MSFന്റെ സംസ്ഥാന പ്രസിഡന്റുമാരെ PK നവാസുമാരെ ഷറഫുദ്ദീൻ പിലാക്കൽ വന്നു. ഞങ്ങൾ പ്രതീക്ഷിച്ചു മതനിരപേക്ഷതയുടെ ഒരു കണികയെങ്കിലും ഷറഫുദ്ദീൻ ഉയർത്തിപ്പിടിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷേ ഞങ്ങളുടെ പ്രതീക്ഷയെല്ലാം തെറ്റുകയായിരുന്നു. എന്തായിരുന്നു? PK നവാസ് വലതുകാലിലെ മന്ദായിരുന്നു എങ്കിൽ ഷറഫുദ്ദീൻ പിലാക്കൽ ഇടതുകാലിലേക്ക് വന്ന മന്ദായി ഈ കേരളത്തിൽ മാറിയിരിക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.